മൂന്നാറിലെ പള്ളിവാസൽ എസ്റ്റേറ്റിന് തൊട്ട് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന മൗണ്ട് വാലി റിസോർട്ടിലെ സ്റ്റേയും പിന്നെ ആട്ടുകാട് വാട്ടർഫോൾസിലെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷനായ ചിന്നക്കനാൽ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു യാത്രയുടെ കാഴ്ചകൾ മാത്രമാണുള്ളത്. അപ്പോൾ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാർ ടൗൺ എത്തുന്നതിന് മുൻപ് തന്നെ റൈറ്റ് തിരിഞ്ഞ് കയറുമ്പോൾ തന്നെ നമ്മൾ പ്രസിദ്ധമായ ഗ്യാപ്പ് റോഡിലേക്ക് കയറും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ബോർഡൊക്കെ നമുക്ക് കാണാം. ഉച്ച സമയമായതുകൊണ്ട് നമ്മളവിടെ നിർത്തിയില്ല. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ചിന്നക്കനാലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല പച്ച വിരിച്ച തേയിലത്തോട്ടങ്ങളും വ്യൂ പോയിൻറ്റ്സും ഒക്കെ കണ്ടു തുടങ്ങാൻ പറ്റും. വലതുവശത്ത് റിപ്പിൾ ടീയുടെ പേരും പിന്നെ തൊട്ട് താഴെ മാടുപ്പെട്ടി എസ്റ്റേറ്റ് എന്നെഴുതിയ സൈൻ ബോർഡും ഒക്കെ ഞങ്ങൾ കണ്ടു. അവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വലതുവശത്തായിട്ട് വ്യൂ പോയിൻ്റ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അവിടെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുത്താൻ നിർത്തിയിരിക്കുന്നതും പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് ഉപജീവനം നയിക്കുന്നവരെയൊക്കെ ഞങ്ങൾ കണ്ടു. ദേ നമ്മുടെ ടോൾ പ്ലാസയുടെ അറിയിപ്പ് ബോർഡ്. ആ വളവ് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ടോൾ പ്ലാസ എത്തും. ആസ് യൂഷ്വൽ ബൈക്കിലായതുകൊണ്ട് ആരും നമ്മളെ ഗവനിച്ചില്ല. നമ്മളും സൈഡിൽ കൂടി മുന്നോട്ടങ്ങോട്ട് പോയി. പിന്നെ ലോക്കാട്ട് ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു പച്ചപ്പും ഭംഗിയും ഇത്തിരി കൂടി വരുന്നില്ലേ എന്നൊരു സംശയം. അടുത്ത വളവും കൂടി കഴിഞ്ഞപ്പോൾ ആ സംശയം പൂർണ്ണമായിട്ട് മാറി. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. എനിക്ക് തോന്നുന്നു മൂന്നാറിൽ ഏറ്റവും മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റുന്നത് ഒന്ന് നമ്മുടെ ഈ ഗ്യാപ്പ് റോഡിലും പിന്നെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഭാഗത്തുമാണ്. ചുമ്മാതാണ് ഈ വെയിലത്തും ഇത്രയും ആൾക്കാർ ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പെരിയ കനാൽ വാട്ടർഫോൾസ് എന്ന് എഴുതിയ ബോർഡൊക്കെ കാണാം. എങ്കിലും വേനൽക്കാലം തുടങ്ങിയത് കൊണ്ടാവണം വെള്ളച്ചാട്ടത്തിൽ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കൊളുക്കുമല സൂര്യനെല്ലി ലെഫ്റ്റ് എന്ന് സൈൻ ബോർഡ് കാണാം. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. ആ റോഡ് കയറി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ റോഡ് കുറച്ച് മോശമായി തുടങ്ങും. നമ്മൾ റിസോർട്ടിൽ ചോദിച്ചപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കുറവാണ്. ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കാണത്തില്ല. അല്ലെങ്കിൽ പിന്നെ തിരിച്ച് മൂന്നാർ ടൗണിലോ മറ്റേ ഗ്യാപ്പ് റോഡിൻ്റെ അങ്ങ് അറ്റത്തോട്ടൊക്കെ പോകേണ്ടി വരും. പിന്നെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെയും അപ്പുറത്തും വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, പുതിയത്. അതും കുഴപ്പമില്ലാന്നാണ് പറഞ്ഞത്. നമ്മൾ പിന്നെ ഇത് പഴയ റെസ്റ്റോറൻറ്റ് ഇവിടെ കയറി. അങ്ങനെ നല്ല ഉച്ചയൂണൊക്കെ കഴിച്ച് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന നമ്മളെ റിസോർട്ടിലെത്തി. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെയും ബൈക്കെടുത്ത് പിന്നെ തേയിലത്തോട്ടത്തിനിടയിലൂടെ കുറേ ദൂരം യാത്ര ചെയ്ത് പിന്നെ അടുത്തുള്ള ആനയിറങ്കൽ ഡാമിൽ പോയതുമെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ ബൈ.